ഗായ്സ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് ചാലിയാർപ്പുഴൻ്റെ തീരത്താട്ടോ. അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് എന്താ വെച്ചാൽ നമ്മളെ കുറച്ച് കൃഷികളാണ്. ഇതൊക്കെ നമ്മൾ കൃഷിയിടാണ്. കുറച്ച് വെണ്ടക്ക, ചീര, പയർ, വാഴ എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താണ് നമ്മളെ ചിരങ്ങ കൃഷിയാണ്. അപ്പം നോമ്പൊക്കെ ആണ്ട് കുറേ ആൾക്കാർ ചിരങ്ങൊക്കെ നട്ടുണ്ടാവും, പക്ഷേ കായൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് അതുപോലല്ല, നല്ല കായുള്ള ചിരങ്ങയാണ് കാണുന്നത്. ഉണ്ടോ? ഇതാണ് റൗണ്ടിലുള്ള ചിരങ്ങ, നമ്മളവിടെ ഉണ്ടച്ചിരങ്ങ എന്നൊക്കെ പറയും. ഇതാണ്. അപ്പോൾ ഇതിവിടെ മാട്ടുമ്മലയും നല്ല മണ്ണായതുകൊണ്ട്, എക്കൽ മണ്ണായതുകൊണ്ട് നല്ലോണം ഉണ്ടാവും. പിന്നെ ഏതാ കണ്ടില്ലേ, ഇത് നീളത്തിലുള്ള സാധാരണ ചിരങ്ങ. ഇതിനൊക്കെ ചെറിയ കുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുത്തുകളൊക്കെ വരുന്നത്. നല്ല ജൈവവളമിട്ട് വളർത്തുന്നതുകൊണ്ട് മാത്രം. അപ്പോൾ ഈ കുത്തൊന്നും നോക്കണ്ട, ഇതൊക്കെ നല്ല സാധനമാണ്. നമ്മൾ മരുന്നൊന്നും അടിച്ച് വിഷാംശമുള്ളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ കണ്ടില്ലേ, ഇതുപോലെ രണ്ട് തൈകളെ നടേണ്ടി ഒരു തടത്തിൽ. അത് അടുപ്പിച്ച് നടാൻ പാടില്ല, വിട്ടിട്ട് ഒരു ചാണി 1.5 ചാണൊക്കെ വിട്ട് 2 തൈയൊക്കെ നടാം ഒരു തടത്തിൽ. കൂടുതൽ നട്ടുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ വള്ളി വെറുതെ പൊളച്ചു പോകും, കായ ഉണ്ടാവില്ല. അങ്ങനല്ലേ, ഇതുണ്ട് എല്ലാ ഇതളുമ്പലും കായ ഉണ്ടാണ്. ഒറ്റ പൂ പോലും മിസ്സായിട്ടില്ല, എല്ലാതും ചെറിയ കൊണ്ടായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് വലുതാവും. ഇതൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ വിളവെടുക്കാനാവും. ഇതൊക്കെ വിളവെടുക്കാനായ ചിരങ്ങയാണ്. ഇതൊക്കെ വിളവെടുക്കാനായ ചിരങ്ങ. അപ്പോൾ ചിരങ്ങ കൃഷിയാണ് കാണിച്ചത്. എങ്ങനെയുണ്ട്? ചിരങ്ങ കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും കൃഷികളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അതെല്ലാം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, ബൈ ഗായ്സ്.